ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വചനം വായിക്കുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനമാണ് നമ്മൾ കേട്ടത്. സ്മിർന സഭയുടെ വിശേഷത കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സഭയാണ് സ്മിർന സഭ. ആ സഭയോടുള്ള ദൈവത്തിൻ്റെ പ്രബോധനം ആണ് നമ്മളിവിടെ വായിച്ചത്. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. 12-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണല്ലോ നാം കാണുന്നത്. ദൈവം നമ്മെ വിശ്വസിക്കുന്ന ആ സാഹചര്യം, ദൈവം നമ്മെ വിശ്വസിപ്പാൻ ഇടയാകുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇന്ന് ഒരുപാട് വിശ്വാസികളുണ്ട്, ധാരാളമുണ്ട്. എന്നാൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും എന്ന് ശലോമോൻ ചോദിക്കുന്നു. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യർ മിടുക്കന്മാരെയാണ് അന്വേഷിക്കുന്നത്, എന്നാൽ ദൈവം വിശ്വസ്തന്മാരെയാണ് കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നത്. ബൈബിൾ നാം പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത എന്ന് കാണുവാൻ സാധിക്കും. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. ഒരു ദൈവപൈതൽ ആത്മഫലം ഉള്ളവൻ വിശ്വസ്തനായിരിക്കും. നാം സഭയിൽ വിശ്വസ്തനായിരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരെക്കുറിച്ച് ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയോട് ചേർക്കുന്നു. നാമൊക്കെ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോട് തീർച്ചയായും വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കൂട്ടുവിശ്വാസികളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും പരിശോധനയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ കൈത്താങ്ങലും കൂട്ടായ്മയും കൊടുക്കുകയും കരയുന്നവരോടുകൂടെ കരഞ്ഞ് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിച്ച് മുന്നോട്ട് പോകുന്നത് വിശ്വസ്തരായ വിശ്വാസികളുടെ ലക്ഷണമാണ്. ഒരുപക്ഷെ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ സഭയിൽ ഉണ്ടാവുകയുള്ളൂ, എങ്കിലും വിശ്വസ്തരായിട്ട് ഓരോരുത്തരും നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ താലന്ത് വിനിമയത്തിൽ നാം വിശ്വസ്തരായിരിക്കണം എന്ന മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചതായി ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തനും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു എന്നാണല്ലോ നാം കാണുന്നത്. 5 ലഭിച്ചവൻ 5 കൂടെ നേടി, 2 ലഭിച്ചവൻ 2 കൂടെ നേടി. അവരോട് യജമാനൻ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നാണ്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് വലുതോ ചെറുതോ ആകട്ടെ, ചെറിയ ശുശ്രൂഷകളോ വലിയ ശുശ്രൂഷകളോ ആകട്ടെ, ആളുകൾ കാണുന്ന ശുശ്രൂഷയോ അറിയപ്പെടാത്ത ശുശ്രൂഷയോ ആകട്ടെ, ദൈവം എന്ത് ഏൽപ്പിച്ചാലും, ദൈവം ഏത് സ്ഥാനത്ത് ആക്കിയാലും അവിടെയൊക്കെ നാം വിശ്വസ്തരായിരിക്കണം. അല്പത്തിൽ വിശ്വസ്തരായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവം അധികത്തിൽ നമ്മെ വിചാരകരാക്കി തീർക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയാണ് ദൈവം കാണുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവം അധികം വിശ്വസ്തത കാണിക്കുന്നവരെ പിന്നെയും അധിക കാര്യങ്ങൾ ഏൽപ്പിക്കും എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാം വിശ്വസ്തരായിരിക്കണം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിൻ്റെ യൗവനത്തിലെ ഭാര്യ എന്ന പ്രയോഗം നാം ശ്രദ്ധിച്ചേ മതിയാവും. ഉഭയസമ്മതത്തിൻ്റെ ഭാര്യ, ധർമ്മപത്നി എന്നൊക്കെ നമുക്ക് ആ വാക്കിനെ മനസ്സിലാക്കുവാൻ കഴിയും.
ഭാര്യാഭർത്താക്കന്മാർ കുടുംബ ജീവിതത്തിൽ പരസ്പരം വിശ്വസ്തത പുലർത്തേണ്ടതാണ്. ഓളങ്ങളും തിരമാലകളും ഒക്കെ കുടുംബ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കും. ആ സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്താതെ പഴിചാരാതെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് വിശ്വസ്തത ഉള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. പ്രശ്നപരിഹാരത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് വിശ്വസ്തന്മാരുടെ ലക്ഷണമാണ്. പരസ്പരം ഉള്ള കടപ്പാടുകൾ ഇരുവരും നിവർത്തിക്കുന്നത് വിശ്വസ്തതയുടെ ലക്ഷണമാണ്. ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് വിശുദ്ധ ജീവിതം നയിപ്പാൻ തീർച്ചയായും കുടുംബസ്ഥനായ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിൻ്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച പുരുഷന്മാർ, ഭർത്താക്കന്മാർ അക്കാലത്തുണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും മാന്യവും ആയിരിക്കുന്ന ഈ കുടുംബം എന്ന് പറയുന്ന ദൈവവ്യവസ്ഥ അത് വളരെ വിശ്വസ്തമായിട്ട് നാം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് ആവശ്യമാണ്. വിശ്വസ്തനായ ഒരുവനെ ആർ കണ്ടെത്തും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മിൽ ദൈവം കാണട്ടെ. നമുക്കെല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിട്ട് ജീവിക്കണം. ചെറുതോ വലുതോ ആയ ഉത്തരവാദിത്വങ്ങൾ ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിലും അതിൽ വിശ്വസ്തരായിരിക്കണം. ഭാര്യയോട് വിശ്വസ്തരായിരിക്കണം, ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, സഭയോട് വിശ്വസ്തരായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വിശ്വസ്തരായിരിക്കാൻ കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശു